ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒരു 4 വിത്താണ് ഇപ്പോൾ ഇവിടെ നടുന്നത്. 2 ചാക്കിലായിട്ട് ഇപ്പം നടുന്നത്. ഒരു ചാക്കിൽ 2 വിത്തായിട്ട് ഇപ്പം നടുന്നത്. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിലെന്തെല്ലാം ഇടുന്നത് വെച്ചാൽ ഇത് പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയിലാണ് നടുന്നത്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയിലും കാടും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ രണ്ടിലും കൂടി ഇപ്പം നടുന്നത്. പിന്നെ പോട്ടമിശ്രിതവും ചാരവും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ഇപ്പം നടുന്നത്. ചക്ക മടലുണ്ട്, എല്ലാം കൂടി ഇട്ടിട്ടാണ് മിക്സ് ആയിട്ടാണ് നടുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണിച്ചു തരാമല്ലോ. ഇത് ഞാൻ വാരി നിറക്കട്ടെ. അടിയിൽ ഞാനിതാ വാരി നിറക്കുന്നത്. പിന്നെ ഇത് വാരി നിറക്കാം ആദ്യം. അടിയിൽ ഉണ്ടല്ലേ ഇതേപോലെ. ഇതിൻ്റെ തറച്ചിട്ട് ഞാനിത് കുറേ നീളത്തോടെ ഉള്ളതല്ലേ, കുറേ ഞാൻ തറച്ചിട്ടു. ഇനിയിപ്പോൾ തരിക്കാൻ ഒരു പാടുണ്ട്. ഇപ്പോൾ താഴത്തേത് മാത്രമേ അതിൻ്റെ മുകളിലൊരു പാടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതിൽ വാരി നിറച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലോ ഇതേപോലെ വാരി നിറച്ചിട്ട് ചേച്ചിട്ട് 2 എണ്ണം ഒരു ചാക്കിൽ 2 വീതമാണ് ഞാൻ നടുന്നത്. ഇപ്പോൾ ഇതില്ലേ ഇതേപോലെ നിറക്കട്ടെ. രണ്ട് ചേനയാണ് ഒരു ചാക്കിൽ നടുന്നത്. ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയിലാണ്. ചക്കമടലൊന്നും അല്ല. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചക്കമടലുണ്ട്, കുറച്ചുണ്ട്, അതിനപ്പുറം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇത് വാരി ഇട്ടിട്ട് നിറച്ചിട്ട് പിന്നെ കുറച്ച് കാടും ഉണ്ട്, പിന്നെ പുല്ലും കാടും അതും കൂടി നിറച്ചിട്ടാണ് നടുക എടുത്തത്. എന്നാൽ മാത്രമേ ഇത് ഒരുപാട് വണ്ണം തരണം. വണ്ണം വന്നെങ്കിൽ മാത്രമേ പിന്നെ ഇത് നല്ലോണം കുത്തി നിറക്കുകയും വേണം. നിറച്ച് നിറക്കണം. എന്നിട്ട് വേണം. ഇനിയിപ്പോൾ കാടാണ് ഇടുന്നത്. കുറച്ച് കാടും പുല്ലും കൂടി ഉള്ളതാണ് ഇടുന്നത്. ഇതും കുറേ ബാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇടുക. ഇതെല്ലാം വലിയ പാടാണ്, നിറക്കാനും പാടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ ലാഭമുണ്ട്. നമ്മൾ അധ്വാനിക്കണം, നല്ലപോലെ അധ്വാനിക്കണം. മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് അധ്വാനിച്ചാൽ മാത്രമേ നമുക്കിത് നല്ലപോലെ അധ്വാനം ഉണ്ട് വെച്ചാൽ കഠിനാധ്വാനം ഉണ്ട്. ഇതെല്ലാം വേഗം പെട്ടെന്നൊന്നും ആവില്ല. ഒരു വീഡിയോ എടുക്കാനാക്കണ്ടെങ്കിൽ 2-3 മണിക്കൂർ വേണം. പക്ഷേ ഇതെല്ലാം അടുപ്പിച്ച് കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് വേണം ഒരു വീഡിയോ എടുക്കണ്ടെങ്കിൽ, നടണ്ടെങ്കിൽ. അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ പകുതി വരെ നടക്കും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കുക. ഇത് ചെയ്യട്ടെ. ഇതിൻ്റെ പകുതി കുറച്ചേ ഇടുന്നില്ലു. അതെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് അത് ഇടേണ്ട ആ ചേന നടേണ്ട ആ സ്ഥലത്താണ് ഈ പോട്ടി മീസ് ഇടുന്നത്. ഇല്ലേ ഇതേപോലെ ആ പോട്ടി മീസ് നടക്കുന്നത്. അത് കുറച്ച് താണോട്ടെ, എന്നാൽ അതിൻ്റെ കൂട്ടത്തിലങ്ങ് വന്നാൽ പൊടിയും കൂടി അങ്ങ് നിറഞ്ഞാൽ അല്ലെങ്കിൽ ശരിക്കും നിറഞ്ഞു കിട്ടൂല, ഉയരം കിട്ടൂല. തേച്ചുവിട്ടേക്കാം. ഉണ്ടല്ലേ ഇതേപോലെ ഞാനിട്ടു. ഇതിപ്പോൾ ഇവിടെയാണ് മുറിക്കുക. ഇത് വരുന്നിടത്താണ് മുറിക്കുക, വട്ടം മുറിക്കുക. അവിടെയാണ് നടുക. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഇത് വാരി നിറക്കട്ടെ. ഇത് വാരി നിറക്കാനാ പാട്. ഇതെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരുക. എനിക്ക് കഴിയുന്നതായിട്ടൊന്നല്ല, ഞാൻ എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിലൂടെ മാത്രം അവസാനിച്ച് പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നട്ട് ശീലിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാനിത് പറഞ്ഞു തരുന്നത്. നിങ്ങളെന്താ വേണ്ട വെച്ചാൽ എല്ലാ വീഡിയോ എൻ്റെ കുട്ടിമാർ കണ്ട് തന്നെ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും നിങ്ങൾ എനിക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് തരാമെന്ന് എനിക്ക് പറയാനുള്ള. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് എനിക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കിട്ടൂ. ഇതൊന്നും കിട്ടുന്നൊന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ആക്കുന്ന വെച്ചിട്ട് മാത്രം എനിക്ക് കഴിയുന്നതായിട്ടൊന്നല്ല. എന്നാലും നിങ്ങൾ ഓരോന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ നിങ്ങളെല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ പിന്നെ എനിക്ക് പിന്നെ സപ്പോർട്ട് തരണം എന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് തരുക.
സപ്പോർട്ട് തന്നിട്ട് എന്നാലും മാത്രമേ എനിക്ക് മേലോട്ട് പോകാനൊരു വഴിയുള്ളൂ. എനിക്ക് ഒരു മനസ്സമാധാനം ഒരു ഇത് കിട്ടണമെങ്കിൽ എനിക്ക് വന്നെങ്കിൽ ജീവിത മാർഗത്തിനൊന്നും കിട്ടണ്ടേ. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ ഞങ്ങളും തുടർന്ന് നോക്കുന്നിരുന്ന കുറേ ആൾക്കാരെല്ലാം കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയുണ്ട്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒന്നും തട്ടിപ്പും ഒന്നും അല്ല, ഞാൻ പറയുന്നത് മുഴുവൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇതെല്ലാം മുഴുവനും നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് കാണിച്ചു തരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇനിയിപ്പം ഞാൻ ഇത് നടക്കട്ടെ. അതിൽ എല്ലാ കാര്യവും ഉണ്ട്. ഇതിനകത്ത് പിന്നെ ചക്ക മടലടക്കമുണ്ട് ഇതിനകത്ത്. ചേരിക്കുച്ച് തച്ചിട്ട് ഇട്ടത് വരെ ഉണ്ട് ഇതിൽ. അതെന്തിനാ വെച്ചാൽ ഇതിനപ്പുറം വെള്ളം ഇറങ്ങിപ്പോവാനും ചളിപ്പറ്റ് കൂടുന്നതായിട്ടാണ് ഈ ചേരിക്കുച്ച് ഇട്ടിട്ട്. വേണ്ട, ചേരിക്കുച്ച് ഇതേപോലെ തറച്ചിട്ട് കുറച്ച് വലിയത് തറച്ചിട്ട് ഇതേപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ആ പുല്ലും കൂടി ഇടട്ടെ. ആ പുല്ലാണ് മേലെ. എന്നാൽ അത് അമിയാൻ സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മേലെ പുല്ലിടുന്നത്. ഇതെല്ലാം അമിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അന്നേരം നമ്മൾ കുറച്ച് ഇനി വളം കൊടുക്കാം. വളമല്ല, പോട്ടി മിക്സ് ഇതാക്കിയിട്ട് കൊടുക്കണം. നല്ലപോലെ പോട്ടി മിക്സ് ഇതാക്കിയിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇവർക്ക് വളരാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടെ. അത് തുന്നിക്കെട്ടുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് അതിൻ്റെ മേലെയും കൂടി ഇട്ട് കൊടുക്കാം. അതായത് അമിയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പുല്ലങ്ങ് അമിഞ്ഞ് നല്ല കണ്ടീഷനായിട്ട് വരും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് തുന്നിട്ടാകുമ്പോൾ നടത്തിയിട്ട് കാണിച്ചു കേട്ടോ. ഞാനിപ്പോൾ അതിൽ രണ്ട് നിറച്ച് കീറി തുന്നിക്കെട്ടി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ രണ്ടെണ്ണം ഇതിനകത്ത് നടാനാണ് പോകുന്നു. വേണ്ട, ഇതേപോലെ നിറച്ചിട്ട് ഇതിനകത്ത് ഇതിങ്ങനെ വിള്ളൽ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനകത്ത് ആദ്യം വാരി ഇടണം. ഒരു കുറച്ച് ചാരവും കൂടി വാരി ഇട്ടേക്കാം. കുറച്ച് ചാരവും കൂടി വാരിയിടാം. അതാണ്, കുറച്ച് ചാരവും കൂടി അടിയിൽ വാരിയിടണം. ഞാൻ ചാരം ഇടാൻ മറന്നുപോയി നേരത്തെ. ഇവിടെ അടിയിൽ കുറച്ച് ചാരവും കൂടി ഇട്ടേക്കാം. അതേപോലെ എന്നിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ആന്നില്ലേ, ഇതേപോലെ ഇതിനകത്ത് വെച്ചിട്ട് നടട്ടെ. ഇതേപോലെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുന്നുണ്ട്. ഇതേപോലെ ഇതിവിടെ നട്ട് ഉണ്ടല്ലേ.
ഇതേപോലെ ഇത് ഇവിടെ രണ്ടും ഇവിടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിലെല്ലാം നിറച്ചു. ഇനിയിപ്പോൾ ഇത് അമിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേറെ വളം ഇട്ട് കൊടുക്കാം കേട്ടോ. തൽക്കാലം അതുപോലെ പൊടിച്ച് വരട്ടെ. പൊടിച്ച് വന്നിട്ടാകുമ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതാ